അസ്സലാമു അലൈക്കും. ഞാൻ സലീംകുടി. പ്രിയ കൂട്ടർ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നൊരു പഴമൊഴിയുണ്ട്. കേരളീയ സഹോദരൻ നിമിഷപ്രിയ ML ജയിലിൽ വധശിക്ഷ കാത്തിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ കാന്തപുരം ഉസ്താദിന്റെ ശക്തമായ ഇടപെടൽ കാരണം വധശിക്ഷ റദ്ദ് ചെയ്യപ്പെടുകയും അങ്ങനെ നിമിഷപ്രിയയ്ക്ക് ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു. ഒരു ചില്ലിക്കാസ് ചെലവില്ല. തീർത്തും മതത്തിന്റെ നിയമത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ സമയത്ത് ചില ആള് കുത്തിത്തിരിപ്പുമായിട്ട് പുറപ്പെടുകയുണ്ടായി. കാന്തപുരം ഉസ്താദ് ക്രെഡിറ്റ് ഏറ്റെടുക്കുമോ എന്നായിരുന്നു അവരുടെ ഭയം. ഉസ്താദ് എപ്പോഴും പറയുന്നതാണ് ഇതിന് മാനുഷിക വിഷയമായിട്ടുള്ള ഉസ്താദ് കാണുന്നത്. എനിക്കോ ഞങ്ങളുടെ സംഘടനക്ക് ഒരു ക്രെഡിറ്റും വേണ്ടെന്ന് ഉസ്താദ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതൊന്നും കേൾക്കാൻ അവർ തയ്യാറായില്ല. അപ്പൊ കൊത്തിത്തിരിപ്പുമായി ഒരു മുൻപന്തിലായിരുന്നു KA. അങ്ങനെ അദ്ദേഹം 8 കോടി രൂപ പിരിവെടുത്ത കള്ളപ്പിരിവ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ പിടിച്ച സമയത്ത് ഇപ്പോ പറയുന്നത് എനിക്ക് ലക്ഷങ്ങൾ ചെലവായിട്ടുണ്ട്, അത് കേന്ദ്ര ഗവൺമെന്റ് എനിക്ക് തരണമെന്നാണ്. ഇരുന്ന് മോങ്ങയാണ്. എന്തായിരുന്നു ലക്ഷ്യ സത്യത്തില്? ഇവർക്ക് നിമിഷപ്രയുടെ മോചനം എന്നല്ല വിഷയം. ഉസ്താദ് ക്രെഡിറ്റ് തട്ടിയെടുക്കുമോ എന്നൊരു ഭയം മാത്രം. അതിനുവേണ്ടിയുള്ള വഴികളാണ് ഇവർ തേടിയത്. അതിന് കേരളത്തിൽ നിന്ന് കുറച്ച് ആളുകൾ ഇതിന് പിന്തുണയും ഒക്കെ പാടായിട്ട് ഓടി നടന്നപ്പോൾ അവസാനം എന്താ സംഭവിച്ചത്?